ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പല കൺവെൻഷൻ സെൻ്ററുകളിലും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും എല്ലാം ഇന്ന് ബൾബുകൾക്ക് പകരം സ്ഥാനം കൈയടക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊഫൈലിൻ്റെ ലൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ചോക്ക് ഉണ്ട്, അതേപോലെ തന്നെ കേസും ക്യാപ്പും ഉണ്ട്. നമ്മുടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള കേസും ക്യാപ്പും ഉണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ നമ്മുടെ സീലിങ്ങിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ റൂമിലാണ് നമ്മുടെ പ്രൊഫൈലിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, എന്താ സീലിങ്ങിൽ നമ്മൾ ഇവിടെ മുകളിലായിട്ട് ഇവിടെ ലൈൻ അടിച്ച് മെഷർമെൻറ്റ് എടുത്തിട്ട് ലൈൻ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ സീലിങ്ങിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റിൻ്റെ ബേസ് നമ്മൾ സ്ക്രൂ ചെയ്തിട്ട് സാധാരണ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള വയറ് നമ്മൾ ഈ പ്രൊഫൈലിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു ഹോള് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലൈറ്റിലേക്കുള്ള വയറ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഈ ലൈറ്റിൻ്റെ ഈ എൻഡാണ് നമ്മൾ നമ്മുടെ കണക്ഷനിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ നമ്മുടെ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്ലസ് വന്നിട്ട് നമ്മൾ ഫേസിലേക്കും മൈനസ് നമ്മൾ ന്യൂട്രലിലേക്കുമാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ LED സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെ ഭാഗത്ത് ഗമ്മാണുള്ളത്. ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇനി നോക്കാം. നമ്മുടെ ലൈറ്റ് മാത്രമാണ് നമുക്ക് പുറത്ത് കാണേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മുടെ വയർ നമ്മളെ ഹോളിൽ കൂടെ തിരിച്ച് ഉള്ളിലേക്ക് സീലിങ്ങിൻ്റെ ഉള്ളിലേക്ക് തന്നെ തള്ളി വയ്ക്കും. നമ്മുടെ ലൈറ്റിൻ്റെ ബാക്കിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം ഈ ഗമ്മ് കിട്ടാൻ വേണ്ടി നമുക്ക് നിങ്ങളുടെ പീൽ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്ട്രിപ്പ് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ചാനലിലേക്ക് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും. നമ്മുടെ പ്രൊഫൈലിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ഇത് പ്രസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ നമ്മൾ വല്ല ടെസ്റ്റർ സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കത് കറക്റ്റായിട്ട് പ്രസ് ചെയ്തിട്ട് സ്ട്രിപ്പ് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ലൈറ്റ് നമ്മളവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ കേസിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ക്യാപ്പ് അതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ക്ലോസ് ആക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ LED ഈ പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ വെച്ച് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ റൂമിനൊക്കെ ഒരു ലക്ഷറിയസ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ സാധാ ബൾബുകളെ അപേക്ഷിച്ചിട്ട് ഇലക്ട്രിസിറ്റി വളരെ കുറച്ചാണ് ഇത് കൺസ്യൂം ചെയ്യുള്ളൂ. ഇപ്പം നമ്മുടെ സ്ട്രിപ്പ് നമ്മൾ സീലിങ്ങിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെയിം ചെയ്ത പോലെ തന്നെ ഇവിടെയും ഒരു സ്ട്രിപ്പ് കൂടി, അങ്ങനെ ഈ റൂമിൽ 2 സ്ട്രിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കണക്ഷനിക്ക്, അതായത് ഇതിൻ്റെ ചോക്ക് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ് ഒരു DC ലൈറ്റാണ്. അപ്പോൾ നമ്മളത് AC കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തൊരു കൺവേർട്ടർ നമ്മളിപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളിനി അത് തുറന്ന് നമ്മുടെ കൺവേർട്ടർ പുറത്തേക്ക് എടുത്ത് നമുക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മുടെ കൺവേർട്ടർ ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന വയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്വിച്ച് ബോർഡിൽ നിന്ന് വന്നിരിക്കുന്ന വയർ. ഈ സ്വിച്ച് ബോർഡിൽ നിന്ന് വന്നിരിക്കുന്ന ഫേസ് നമ്മുടെ കൺവേർട്ടറിലെ ഫേസിലേക്ക് കൊടുക്കുന്നു, ന്യൂട്രൽ നമ്മുടെ ന്യൂട്രലിലേക്ക് കൊടുക്കണം. അതേപോലെ തന്നെ എർത്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കണക്ടറിൻ്റെ ഒരു എൻഡിൽ നമ്മൾ സ്വിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വയറുകൾ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ കണക്ടറിൻ്റെ രണ്ടാമത്തെ എൻഡിൽ നമ്മുടെ പ്രൊഫൈൽ ലൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഔട്ട് നമ്മുടെ ഫേസ് നമ്മൾ ഇതിൽ പ്ലസ് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ന്യൂട്രൽ ബ്ലാക്ക് നമ്മൾ മൈനസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തും കണക്ട് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ നമ്മുടെ സ്ട്രിപ്പിൽ കണക്ടറും കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സ്ട്രിപ്പ് നമ്മൾ സീലിങ്ങിൽ വെച്ച് കഴിഞ്ഞു, വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്വിച്ച് ഇട്ട് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മുടെ സീലിങ്ങിൽ നമ്മുടെ സ്ട്രിപ്പ് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. റൂമിന് പെട്ടെന്ന് നല്ല രീതിയിൽ ലക്ഷറിയസ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്ട്രിപ്പ്, ഇങ്ങനത്തെ പ്രൊഫൈൽ ലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ സ്ട്രിപ്പ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മളിത് സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചു. പല വീടുകളിൽ പല ആവശ്യങ്ങൾക്ക് അവരുടെ കലാബോധത്തിനനുസരിച്ചിട്ട് ഏത് രീതിയിൽ വേണിച്ചാൽ നമ്മുടെ സ്ട്രിപ്പുകൾ നമുക്ക് ഏത് രീതിയിൽ വേണിച്ചാൽ റൂമുകളിൽ അനുയോജ്യ രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ലൈറ്റ് ഫിക്സ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഉത്തരം നൽകും.